വിവരങ്ങളിലേക്ക്. ആലപ്പുഴയിൽ കനത്ത മഴ. വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് മനീഷ് മഹിബാൽ ചേരുന്നുണ്ട്. മനീഷ്, കഴിഞ്ഞ ദിവസത്തെ മഴയിൽ തന്നെ ആലപ്പുഴ ജില്ലയുടെ വിവിധ മേഖലകളിൽ വെള്ളം കയറിയിരുന്നു, പ്രത്യേകിച്ച് കുട്ടനാട് ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ. ഈ വെള്ളം ഇറങ്ങുന്നതിന് മുൻപ് അടുത്ത മഴ കൂടി വരുമ്പോൾ എന്താണ് അവിടുത്തെ സാഹചര്യം? പ്രവിത, ഈ സീസണിൽ ഇത് ആദ്യമാണ് ഇത്രയും രൂക്ഷമായ വലിയ മഴ ഉണ്ടാകുന്നത്. അതായത് ഏകദേശം ഒരു അരമണിക്കൂർ നേരമായിട്ട് നിർത്താതെ മഴ പെയ്യുകയാണ്. ആലപ്പുഴ ജില്ലയിലെ എല്ലാ ഭാഗത്തും ഉണ്ട് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. കുട്ടനാട്ടിലടക്കം ജില്ലയുടെ തെക്കൻ മേഖല, വടക്കൻ മേഖല അടക്കം നഗര കേന്ദ്രീകൃതമായിട്ടുള്ള സ്ഥലങ്ങൾ എല്ലായിടത്തും മഴ ലഭിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസം ചെയ്ത മഴയിൽ തന്നെ ആലപ്പുഴ നേരത്തെ 2018 മഹാപ്രളയം ഉണ്ടായ സമയത്ത് പോലും വെള്ളം കയറാത്ത ആലപ്പുഴ നഗരത്തിലെ കൊമ്മാടി, തുമ്പോളി തുടങ്ങിയ സ്ഥലങ്ങളിൽ, ഒപ്പം തന്നെ ചുങ്കം, പള്ളാത്തുരുത്തി തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ തന്നെ വെള്ളക്കെട്ട്, അതിരൂക്ഷമായ വെള്ളക്കെട്ട് ഉണ്ടായിരുന്നു. ഇന്ന് പോലും ആ വെള്ളക്കെട്ട് പൂർണ്ണമായും ഒഴുകി മാറിയിരുന്നില്ല. വലിയ രീതിയിൽ ഈ കനാലുകളിലടക്കം മഴക്കാല പൂർവ്വ മുന്നൊരുക്കങ്ങൾ നടത്തിയില്ലെന്ന ആക്ഷേപം ഉയർന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ രീതിയിൽ വലിയ മഴയുണ്ടാകുന്നത്. കുട്ടനാട്ടിൽ പ്രത്യേകിച്ചും ആശങ്ക ഉണ്ടാകുന്ന വിഷയം ഈ പുഞ്ചകൃഷിക്ക് ശേഷം രണ്ടാം കൃഷിയുടെ സമയമാണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ മഴയുണ്ടായാൽ അത് ഈ കൃഷിയെയും ഒപ്പം തന്നെ കരകൃഷിയെയും പ്രതികൂലമായി ബാധിക്കും. പ്രത്യേകിച്ചും കോട്ടയം ജില്ലയിലടക്കം കനത്ത മഴ പെയ്യുന്നുണ്ട്. കോട്ടയം ജില്ലയിൽ പെയ്യുന്ന മഴ ഈ മീനച്ചിലാർ വഴിയാണ് ആലപ്പുഴ ജില്ലയിൽ എത്തുക. മീനച്ചിലാർ കര കവിയുന്നു എന്നുള്ള വിവരം കോട്ടയത്തിന് ലഭിക്കുന്നുണ്ട്. ആ രീതിയിലാണെങ്കിൽ വേമ്പനാട്ട് കായലിലടക്കം ഈ ജലനിരപ്പ് ഉയരും. അങ്ങനെയാണെങ്കിൽ കുട്ടനാട്ടിലെ താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് വെള്ളം ഉയരും. പൊതുജലാശയങ്ങളിൽ ജലനിരപ്പ് ഉയർന്നാൽ അത് കുട്ടനാട്ടിലെ താഴ്ന്ന പ്രദേശങ്ങളായിട്ടുള്ള വീടുകളിലേക്കും റോഡുകളിലേക്കും അടക്കം വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടാകും. അങ്ങനെ ഉണ്ടായാലുള്ള വിഷയം, ഈ രീതിയിൽ പെട്ടെന്ന് ആളുകൾക്ക് മാറി താമസിക്കാനോ ക്യാമ്പുകളിലേക്ക് മാറാനുള്ള സമയം ഈ രാത്രി കാലത്തുണ്ടാവില്ല. രാവിലെ പെയ്യുന്ന മഴയാണെങ്കിൽ അത് ഏത് രീതിയിലെങ്കിലും മാറി താമസിക്കാൻ പറ്റും. പക്ഷേ ഇപ്പോൾ തന്നെ കുട്ടനാട്ടിൽ തന്നെ പല സ്ഥലങ്ങളിലും വൈദ്യുതി ബന്ധം തന്നെ വിച്ഛേദിക്കപ്പെട്ടു എന്ന വിവരമാണ് ലഭിക്കുന്നത്. അങ്ങനെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെടുകയും രാത്രി മഴ കൂടുതലായി പെയ്യുകയും ഈ ജലാശയങ്ങളിലടക്കം കൂടുതൽ മഴ പെയ്ത് അത് ജനജീവിതം ദുസ്സഹമാകുന്ന സാഹചര്യത്തിലേക്ക് എത്തും. പക്ഷേ നിലവിൽ ഈ തണ്ണീർമുക്കം ബണ്ടിന്റെ 90 ഷട്ടറുകളും ഒപ്പം തന്നെ അന്ധകാരനഴി പൊഴിയും തോട്ടപ്പള്ളി പൊഴിയും തുറന്നിട്ടുണ്ട്. ഈ 3 വാതിൽ വഴിയാണ് ശരിക്കും അറബിക്കടലിലേക്ക് ഈ കിഴക്കൻ വെള്ളമടക്കം ആലപ്പുഴ ജില്ലയിലടക്കം ഒഴുകിയെത്തുന്ന വെള്ളം, പെയ്ത്ത് വെള്ളമടക്കമുള്ള ഈ ജലം ഈ 3 മാർഗം ഒഴുകിപ്പോകും എന്നാണ് കരുതുന്നത്. പക്ഷേ ഇത്രയും അധികം മഴ പെയ്താൽ ഒരു മേഘവിസ്ഫോടനം പോലെ കഴിഞ്ഞ ദിവസം എറണാകുളത്തൊക്കെ പെയ്ത പോലെ അധിക നേരം നീണ്ടു നിൽക്കുകയാണെങ്കിൽ ആലപ്പുഴയിൽ സ്ഥിതി പ്രതികൂലമായി മാറും. നിലവിൽ വലിയ ആശങ്ക ആലപ്പുഴയിലുണ്ട്. ശരി, ആലപ്പുഴ ജില്ലയിൽ രാത്രി സമയത്ത് മഴ പെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അരമണിക്കൂറായി നിർത്താതെ മഴ പെയ്യുന്നു എന്നാണ് മനീഷ് മെഹിബാൽ പങ്കുവയ്ക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ ജില്ലയിൽ വെള്ളം കയറുന്ന ഇടത്ത് താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണം, പ്രത്യേകിച്ച് രാത്രി ആയതുകൊണ്ടുകൂടി. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.